ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ യുഎസ് ഇടപെടലെന്ന സൂചന. ഇന്ത്യയിലെ വോട്ടിംഗ് ശതമാനം ഉയർത്തുന്നതിന് യുഎസ് നൽകി വരുന്ന ഫണ്ട് റദ്ദാക്കിയെന്ന് യുഎസിലെ സർക്കാർ കാര്യക്ഷമതാ വകുപ്പിന്റെ എക്സ് പോസ്റ്റ്. അതേസമയം ഫണ്ടിന്റെ ഗുണം കൊയ്യുന്നത് തങ്ങളല്ലെന്ന് അവകാശപ്പെട്ട് ബിജെപി നേതാവ് അമിത് മാളവ്യ രംഗത്തെത്തി. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിന് വകയിരുത്തി വന്നിരുന്ന 21 മില്യൺ ധനസഹായം നിർത്തലാക്കിയെന്ന് അമേരിക്ക എക്സ് പോസ്റ്റിലൂടെയാണ് അറിയിച്ചത്. ഇലോൺ മസ്ക് മേധാവിയായ ഡോജിന്റെ തീരുമാനപ്രകാരമാണ് നടപടി. അമേരിക്കയുടെ നികുതിപ്പണം പാഴാകുന്ന ധനസഹായങ്ങൾ എന്ന പേരിൽ കാര്യക്ഷമതാ വകുപ്പ് പുറത്തിറക്കിയ പട്ടികയിലാണ് ഇന്ത്യയിലെ വോട്ടിംഗ് ശതമാനം ഉയർത്തുന്നതിനായി 21 മില്യൺ US$ ചെലവാക്കുന്നതായി വിവരമുള്ളത്. ഇതോടെ ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയിൽ അമേരിക്കൻ ഇടപെടൽ നടന്നിട്ടുണ്ടെന്ന ഞെട്ടിക്കുന്ന വിവരം കൂടിയാണ് പുറത്തുവന്നത്. വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാനാണ് ഇന്ത്യക്ക് ഫണ്ട് നൽകിയതെന്നാണ് അമേരിക്ക പറയുന്നത്. പിന്നാലെ ബിജെപിയുടെ ആദ്യ പ്രതികരണം വന്നു. വോട്ടിംഗ് ശതമാനം ഉയർത്തുന്നതിന് അമേരിക്ക ഫണ്ട് നൽകുന്നുണ്ടെങ്കിൽ അത് ബാഹ്യ ഇടപെടലെന്ന് ബിജെപി നേതാവ് അമിത് മാളവ്യ പറഞ്ഞു. ഇതിന്റെ ഗുണം ഭരണകക്ഷിയായ ബിജെപിക്കല്ലെന്നും അമിത് മാളവ്യ എക്സിൽ കുറിച്ചു. അതേസമയം വിവിധ പദ്ധതികൾക്കായി യുഎസ് നൽകുന്ന രാജ്യാന്തര സഹായത്തിൽ വ്യാപകമായ വെട്ടിക്കുറയ്ക്കലുകൾ നടക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടിയും. ഇന്ത്യ, ബംഗ്ലാദേശ്, നേപ്പാൾ, മാൾഡോവ, ലൈബീരിയ, ദക്ഷിണാഫ്രിക്ക, മാലിദ്വീപ്, മൊസാംബിക് തുടങ്ങിയ രാജ്യങ്ങൾക്ക് നൽകി വന്ന 486 മില്യൺ US$ ഫണ്ടിംഗ് ആണ് ഇപ്പോൾ നിർത്തലാക്കിയത്. ഇതിൽ 21 മില്യണാണ് ഇന്ത്യക്ക് നൽകിയിരുന്നത്. ചെലവ് കുറച്ചില്ലെങ്കിൽ അമേരിക്ക പാപ്പരാകുമെന്ന് മസ്ക് ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ തീരുമാനം വന്നിരിക്കുന്നത്. ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി മോദി മസ്കിനെയും കണ്ടിരുന്നു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.